അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൊന്നാര മക്കളെ, സുഖല്ലേ? അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അല്ലാഹു നല്ല സുഖം തരട്ടെ. അദ്ദർസു സാബിഉ അശർ, പാഠം 17, ദുറൂസിലെ ഒന്നാം പാർട്ടിലെ 17ാമത്തെ പാഠം, 3ാം ക്ലാസ്സിലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന പാഠം അല്ലേ. ഭൂമിയെ കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പൊളിഞ്ഞാടും വേറെ എന്താ അല്ലേ? ലോകം വേറെ വരാൻ പോകുന്നുണ്ട്. അള്ളാഹു നമുക്ക് അവിടെ സലാമത്ത് തരട്ടെ. പാഠത്തിലേക്ക് പോകാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും കൂട്ടുകാരും ഇശാ നിസ്കാരത്തിനു നിന്നു. ഇമാമത്തു നിന്ന അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സൂറത്തു സൽസലയാണ് ഓതിയത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതിയത്. നിസ്കാരം കഴിഞ്ഞു. ഔറാദുകൾക്കു ശേഷം എല്ലാവരും വീട്ടിൽ പോയി. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റില്ല. അദ്ദേഹം എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എണീറ്റിട്ടില്ല. സൂറത്തു സൽസലയെ കുറിച്ചാണ് ആലോചന. എന്താണതിൽ പറയുന്നത്? ഓരോ ചെറിയ നന്മയും കാണുന്നതിനും ഓരോ തിന്മയും കാണുന്നതിനും മഹാൻ താടിയിൽ കൈവച്ചു തേങ്ങി. അന്ന് അദ്ദേഹത്തിന് തീരെ ഉറക്കം വന്നില്ല. ഖുർആനിലെ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് മഹാൻ കരഞ്ഞുകൊണ്ടിരുന്നു. സൂറത്തു സൽസലയിൽ അതൊക്കെ പറയുന്നുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ഒരു പറയത്തക്ക നന്മ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ ഒരു അണുമണി തൂക്കം നന്മ എന്ന് പറയാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവൻ കാണും. അല്ലാഹു പറയാണ്, ഒരു പറയാൻ പറ്റുന്ന ഒരു തെറ്റ് എന്ന് പറയാൻ പറ്റുന്ന തെറ്റ് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷയും അനുഭവിക്കും. വിവാദങ്ങൾ കരയാൻ തുടങ്ങി, തരഞ്ഞ് തേങ്ങി അവിടെ തന്നെ ഇരുന്ന് ആലോചിച്ച് ഉറങ്ങിയില്ല. അങ്ങനെ ആകണം മക്കളെ, നന്നാകണം. നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നമുക്കൊരു മരണമുണ്ട്, ശേഷം ഒരു ജീവിതമുണ്ട് എന്ന ബോധം വേണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഊതും. ആകാശങ്ങൾ പൊട്ടിപ്പിളരും, താരങ്ങൾ കൊഴിഞ്ഞു വീഴും, സാഗരങ്ങൾ കത്തിപ്പടരും, ഭൂമി കിടുകിടാ വിറക്കും, പർവ്വതങ്ങൾ പൊട്ടി പടലങ്ങളാവും, പൊടിപടലങ്ങളാകും. അവിടെ പൊടി എന്നാണ്, പൊടിപടലങ്ങളാവും, എല്ലാം നശിക്കും. അതുമുതലുള്ള കാലമാണ് അന്ത്യനാൾ. അപ്പം അന്ത്യനാൾ മനസ്സിലായോ? ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങോട്ട് ഓതിയിട്ട് അങ്ങോട്ട് തുടങ്ങണം. ഇതൊക്കെ പാടെ പൊട്ടിപ്പൊളിഞ്ഞ് വീണ് ഒരു നിരന്നൊരു സ്ഥലമാകും ലോകമൊന്നായിട്ട്. അത് മുതൽക്കാണ് അന്ത്യനാള്. യൗമുൽ ആഖിർ എന്നും യൗമുൽ ഖിയാമ എന്നെല്ലാം ഇതിന് പേരുണ്ട്. എപ്പോഴാണ് അതുണ്ടാവുക? റഫീഖ് ചോദിച്ചു. റഫീഖിൻ്റെ ചോദ്യമാണ്. എപ്പോഴാണതുണ്ടാവുക ഉസ്താദ്? അതിൻ്റെ സമയം അല്ലാഹു തആലാക്ക് മാത്രമേ അറിയൂ. ഉസ്താദ് പറഞ്ഞു, ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം വീണ്ടും ഊതും. അപ്പോൾ മരിച്ചവരെല്ലാം ഹയാത്താകും. എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ചുകൂടും.
നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ നൽകും. സജ്ജനങ്ങൾക്ക് വലതു കൈയിലും ദുർജനങ്ങൾക്ക് ഇടത് കൈയിലും നന്മകളും തിന്മകളും മീസാനിൽ തൂക്കും. ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാം അല്ലാഹു തആല വിചാരണ ചെയ്യും. നന്മ മുൻതൂക്കമുള്ളവർ വേഗത്തിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. തിന്മ മുൻതൂക്കമുള്ളവർ സിറാത്തിൽ നിന്ന് വഴുതി നരകത്തിൽ വീഴും. സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കുട്ടികളെല്ലാവരും ആമീൻ പറഞ്ഞു. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് അവൻ കാണുക തന്നെ ചെയ്യും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. മിസ്ലു സവാബിൻ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ആഖിറം സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. മനപ്പാടമാക്കാനുള്ള കഴിവ് തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ഞങ്ങളെ മശായിഖുമാർക്ക് ഞങ്ങളെ കൂട്ടുകാർക്ക് എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്കുള്ള രോഗങ്ങൾ കടങ്ങൾ പ്രയാസങ്ങളൊക്കെ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് രോഗം നൽകി ഞങ്ങളെയോ ഞങ്ങൾക്ക് രോഗം നൽകി അവരെയോ നീ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഖബറിലുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്, അവരെ ഖബറ് കണ്ണെത്താ ദൂരം വിശാലാക്കണേ അല്ലാഹ്. ഖബറ് വെളിച്ചാക്കണേ അല്ലാഹ്. ഖബറ് വെളിച്ചാക്കണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയെല്ലാം നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.